ഒന്നോ രണ്ടോ ഐസ്ക്രീം കഴിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഒരു ദിവസം മുഴുവനും ഐസ്ക്രീം മാത്രം കഴിച്ച് നോക്കിയാലോ? രാവിലെ അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങിയിട്ട് ആദ്യത്തെ ഐസ്ക്രീം കഴിക്കാൻ ഞാൻ പൊക്കോണ്ടിരിക്കുവാണ്. ആദ്യം ഞാൻ കഴിക്കുന്നത് ലാസാഡ് ഈ ഒരു മാംഗോ ബാർ ആണേ. ഇന്നത്തെ ദിവസം മുഴുവനും ഐസ്ക്രീം മാത്രമാണ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ എൻ്റെ രാവിലത്തെ ആഹാരം ഈ കാണുന്ന മാംഗോ ബാർ ആണേ. ഒരു വനത്തിൻ്റെ സൈഡിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ ഒരു മാംഗോ ബാർ കഴിക്കുന്നത്. അവിടെ നല്ല തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. പോരാത്തതിന് ഞാൻ കഴിക്കുന്ന ഐസ്ക്രീമിനും തണുപ്പ്. അങ്ങനെ രാവിലത്തെ എൻ്റെ ആഹാരമായ ഈ ഒരു മാംഗോ ബാർ പതുക്കെ പതുക്കെ അവിടെ നിന്ന് കഴിച്ചങ്ങ് തീർത്തു. ഇപ്പം ഞാൻ വീണ്ടും മുമ്പോട്ട് പൊക്കോണ്ടിരിക്കുവാണേ. കനകപ്പലത്തോട്ട് പോകുന്ന ആ ഒരു വനത്തിൽ കൂടാണ് കേട്ടോ ഞാനിപ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അവിടെ ചെന്നിട്ട് വീണ്ടും അവിടുന്ന് റാന്നിക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് അടുത്ത ഐസ്ക്രീം കണ്ടത്. അങ്ങനെ അത് കഴിക്കാനായിട്ട് അവിടെ വണ്ടി നിർത്തി. ഇതാണെന്നുണ്ടെങ്കിൽ കനകപ്പലത്തു നിന്ന് മുക്കടയിലോട്ട് പോകുമ്പോൾ കണ്ടൊരു ഐസ്ക്രീം വണ്ടിയാണേ. അവിടെ ആണെന്നുണ്ടെങ്കിൽ കുറേ ഫ്ലേവറുകളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടത് ആ കൂടെ ജാക്ക് ഫ്രൂട്ട് ആയതുകൊണ്ട് ഞാൻ ജാക്ക് ഫ്രൂട്ടിൻ്റെ ഒരു ഫ്ലേവർ മേടിച്ചു. അങ്ങനെ അതും മേടിച്ചുകൊണ്ട് നേരെ വണ്ടിയിലിരുന്നിപ്പോൾ അത് കഴിച്ചുകൊണ്ടിരിക്കുവാണേ. ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് വീഡിയോ എടുക്കുന്നതിനകത്ത് അധികം വെട്ടം കിട്ടാത്തതുകൊണ്ട് കുറച്ചപ്പുറത്തോട്ട് മാറി നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ എൻ്റെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഐസ്ക്രീമായ ജാക്ക് ഫ്രൂട്ടും കൂടെ അവിടെ നിന്ന് അങ്ങനെ കഴിച്ചു തീർത്തു. അവിടുന്ന് അങ്ങനെ വണ്ടി എടുത്തുകൊണ്ട് വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ഒരു കാര്യം ശ്രദ്ധിച്ചത്. വണ്ടിയുടെ പെട്രോൾ ഏകദേശം തീരാറായിട്ടുണ്ട്. പമ്പ് ഫ്രണ്ടിൽ കണ്ടതുകൊണ്ടാണ് കേട്ടോ വെറുതെ മീറ്ററിൽ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചത്. നോക്കിയത് ഏതെങ്കിലും കാര്യമായി, അല്ലെങ്കിൽ പിന്നെ വഴി കിടന്നേനെ. ഞാൻ വന്നു കഴിഞ്ഞപ്പം ഫ്രണ്ട് 2 വണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. അങ്ങനെ ഇപ്പോൾ എൻ്റെ വണ്ടിക്കകത്തും പെട്രോൾ അടിച്ചിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം 1 മണി ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കത്തേക്ക് പോയിട്ട് ഐസ്ക്രീം കഴിക്കണം. അങ്ങനെ ഇപ്പോൾ പ്ലാച്ചേരി വന്നിട്ട് അവിടുന്ന് മണിമലയിലോട്ട് പോകുന്ന വഴി കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴാണ് ഈ ഒരു ഐസ്ക്രീം വണ്ടി കണ്ടത്. അവിടെയും മുമ്പേ ഞാൻ കഴിച്ചിരിക്കുന്ന ജാക്ക് ഫ്രൂട്ട് അടക്കം വേറെ ഒരുപാട് ഫ്ലേവർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതിനകത്ത് ഇഷ്ടപ്പെട്ടത് ബട്ടർ സ്കോച്ച് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ബട്ടർ സ്കോച്ചിൻ്റെ ഫ്ലേവർ മേടിച്ചു. ഇങ്ങനെ മേടിക്കുന്ന ഒരു കോൺ ഐസ്ക്രീം ആയതുകൊണ്ട് ഒരു ഗുണമുണ്ട്, അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഏതായാലും ഒരെണ്ണം കഴിക്കുമ്പോഴത്തേക്ക് തന്നെ വയറ് നിറയും. ആദ്യം ഞാൻ കഴിച്ച ഐസ്ക്രീമിന് 50 രൂപയായിരുന്നു ഒരെണ്ണത്തിന്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞ് മേടിച്ചപ്പോൾ ഇവിടെ 40 രൂപ, 10 രൂപയുടെ വ്യത്യാസമുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഉച്ചക്കത്തേക്കുള്ള എൻ്റെ ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം കൂടെ ഫുള്ള് ഞാൻ കഴിച്ചു തീർത്തിട്ടുണ്ട്. ആ ഒറ്റ ഐസ്ക്രീം കൂടെ കഴിച്ചപ്പോഴത്തേക്ക് വയറ് നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. അവിടുന്ന് വീണ്ടും മുമ്പോട്ട് പൊക്കോണ്ടിരുന്നപ്പോഴത്തേക്കാണ് നല്ലപോലെ ദാഹം തോന്നിയത്. അങ്ങനെ മാടത്തമ്പടി എത്തിയപ്പോഴാണ് ഈ ചേച്ചിയുടെ ചെറിയൊരു സോഡാ നാരങ്ങയുള്ള കട കണ്ടത്. എന്നാൽ പിന്നെ ഇവിടുന്ന് ഒരു സോഡാ നാരങ്ങ അങ്ങ് കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. കടയെന്ന് പറയാനൊക്കത്തില്ല, ആ ചേച്ചിയുടെ ചെറിയൊരു സംരംഭം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ സോഡാ നാരങ്ങ, തണ്ണിമത്തൻ ജ്യൂസ്, മോരുമ്പെള്ളം ഒക്കെയാണ് കേട്ടോ ഉള്ളത്. ഒരു ഗ്ലാസ് സോഡാ നാരങ്ങ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ദാഹം മാറി കിട്ടി. അവിടുന്ന് അങ്ങനെ വേറെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഒരു 3 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തൊരു കടയിൽ നിന്ന് ഒരു ചോക്കോബാറും കൂടെ മേടിച്ച് കഴിച്ചു. വെയിലൊന്ന് താഴ്ന്നു വരുന്ന സമയമായിരുന്നു. അങ്ങനെ ചായ കുടിക്കേണ്ട സമയത്ത് ചായക്ക് വരെ ഒരു ചോക്കോബാർ അങ്ങ് കഴിച്ചു. ഒരു ദിവസം നമുക്ക് കൊതിക്ക് വേണ്ടിയിട്ട് 1-2 ഐസ്ക്രീം ഒക്കെ കഴിക്കാം. പക്ഷേ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഐസ്ക്രീമേ അങ്ങ് വെറുത്ത് പോകും. പക്ഷേങ്കിൽ എത്ര കഴിച്ചാലും മടുക്കാതെ വീണ്ടും വീണ്ടും ഐസ്ക്രീം കഴിക്കാൻ അത്രയ്ക്ക് കൊതിയുള്ളവരും ഉണ്ട് കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ കാര്യമാണേ പറഞ്ഞത്. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. വീട്ടിലുള്ളവരെല്ലാം വൈകിട്ടത്തേക്കുള്ള ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ എനിക്ക് കഴിക്കാനായിട്ട് വാനിലയുടെ ഇതേപോലെ ബോട്ടിൽ വരുന്ന ഒരു ഐസ്ക്രീം മേടിച്ചു. അങ്ങനെ ഇപ്പോൾ എൻ്റെ വൈകിട്ടത്തേക്കുള്ള ഫുഡ് ഈ ഐസ്ക്രീമാണ്. അതിപ്പോൾ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതും ഫുള്ള് കഴിച്ച് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ഈ ഐസ്ക്രീം കൂടെ കഴിച്ചിട്ട് ഞാൻ ഈ ചലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്യുവാണ്. പിന്നീട് നിങ്ങൾക്കൊക്കെ എത്ര ഐസ്ക്രീം കഴിക്കാൻ പറ്റുമെന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.